എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രം മതി PSCയിൽ ജോലി നേടാം. UGCയെയും കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതിയെയും വെല്ലുവിളിച്ച് PSC. ഭാരതീയർ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് PSC ഓഫീസിൽ വിളിച്ചപ്പോഴാണ് PSCയുടെ ഭാഗത്തു നിന്നും നീതിക്ക് നിരക്കാത്ത മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇക്വലൻസി ഉണ്ടെങ്കിൽ ആരെയും ഞങ്ങൾ PSC ജോലിയിൽ കയറ്റിവിടും. UGC അംഗീകാരം വേണം എന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല എന്നതാണ് PSC പറയുന്നത്. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രം മതി, എന്നാൽ ആ ഡിഗ്രി ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് PSCയുടെ അവകാശവാദം. പക്ഷേ തുല്യത മാത്രം ഉണ്ടായാലും മതി. വ്യാജ ഡിഗ്രിയുടെ കാര്യം അവർ പറഞ്ഞിട്ടില്ല. എന്നാലും UGC അംഗീകാരമില്ലാത്തത് വ്യാജ ഡിഗ്രി തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയുടെ തുല്യത കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരംഗീകരിക്കും. അതാണ് PSC പറയുന്നത്. ഈ ഭാരതീയർ സർവകലാശാലയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് PSC, പറയാതിരിക്കാൻ വയ്യ. സർവകലാശാലയിൽ തുല്യത സർട്ടിഫിക്കറ്റ് കിട്ടിയ ധാരാളം പേർ ഉണ്ട്. കാലിക്കറ്റ് സർവകലാശാലയാണെങ്കിലും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലും UGC അംഗീകാരമില്ലാത്ത സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന ഭാരതീയർ സർവകലാശാലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുല്യതയുണ്ടെങ്കിൽ ആർക്കും എന്ത് ആകാമെന്ന ഒരു രീതിയാണ് PSCയിൽ ഇപ്പോൾ ഉള്ളത്. എൻ്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, അണ്ണാമല സർവകലാശാലയിലും തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിയ ധാരാളം പേരുണ്ട്. അവരെ PSC എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഭാരതീയർ സർവകലാശാലയ്ക്ക് ഇവിടെ VIP പരിചരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഓർഡർ തന്നെയുണ്ട്, അനുസരിച്ചേ മതിയാവൂ. UGC ചട്ടങ്ങൾ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണെന്ന് ആഗസ്റ്റ് 17, 2024 ജഡ്ജിമെൻറ്റിൽ കോടതി പറഞ്ഞു. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി VC നിയമനം പാടില്ല. സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളാണെങ്കിൽ പോലും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി VCമാരെ നിയമിക്കാൻ പാടില്ല. കോടതി പറഞ്ഞ ഉത്തരവാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും വന്ന മറ്റൊരു വിധിയെക്കുറിച്ച് പറയാം. വിദ്യാഭ്യാസം ഭരണഘടനയുടെ പൊതുപട്ടികയിൽ പെടുത്തുന്നതിനാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന UGC ചട്ടം ലംഘിച്ച് നിയമനം നടന്നാൽ പൊതു താൽപ്പര്യ സംരക്ഷിക്കുന്നതിന് ഏത് പൗരനും കോടതിയെ സമീപിക്കാം. ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാം. UGC ചട്ടലംഘനം നടന്നെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ. ജഡ്ജിമാരായ M. ഹർഷ, BV. നാഗണ്ട എന്നിവരുടെയുള്ള ബെഞ്ച് വ്യക്തമാക്കി. അതേപോലെ തന്നെ സുപ്രീം കോടതിയിലെ മറ്റൊരു ജഡ്ജ്മെൻറ്റും കൂടെ ഞാൻ കോട്ട് ചെയ്ത് പറയാം. 2004 നടന്ന ജഡ്ജ്മെൻറ്റാണ്. സുപ്രീം കോടതി വിധി മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ സ്വകാര്യ സർവകലാശാലകൾ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വാചകം 19/2004 എന്ന റിട്ട് പെറ്റീഷനിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയുടെയും ഉത്തരവിൻ്റെയും എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ബിരുദം നൽകിയാൽ മാത്രം പോരാ, ബിരുദം അംഗീകരിക്കപ്പെടണം എന്നതാണ് ഈ ആവശ്യത്തിലെ UGC നിയമത്തിലെ സെക്ഷൻ 22 പ്രകാരം ബിരുദം നൽകാനുള്ള അവകാശം കേന്ദ്ര നിയമം, പ്രൊവിൻഷ്യൽ ആക്ട് അല്ലെങ്കിൽ സ്റ്റേ ആക്ട് സെക്ഷൻ 3 പ്രകാരം ഒരു സർവകലാശാലകൾക്കായി കണക്കാക്കപ്പെടുന്ന സ്ഥാപനം എന്നിവയ്ക്ക് കീഴിലെ സംയോജിപ്പിക്കപ്പെട്ടതോ ആയ ഒരു സർവകലാശാലയ്ക്ക് മാത്രമേ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ബിരുദങ്ങൾ നൽകാനോ അനുവദിക്കാനോ പാർലമെൻറ്റിൻ്റെ നിയമത്താൽ പ്രത്യേകമായ അധികാരപ്പെടുത്തിയ ഒരു സ്ഥാപനം ഈ വകുപ്പിൻ്റെ ഉപവകുപ്പ് 3 ഡിഗ്രി എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി കമ്മീഷൻ ഇതിനായി വ്യക്തമാക്കുന്ന ഏതെങ്കിലും ബിരുദമെന്ന് അർത്ഥമാക്കുന്നത്. സർക്കാർ അംഗീകരിച്ച അത്തരം ബിരുദങ്ങളുടെ മൂല്യവും പ്രാധാന്യവും അസിസ്റ്റ് ഭാഷാ ബേസ് യൂണിയൻ ഓഫ് ഇന്ത്യ AIR 1968 SC 662 ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇവിടെ ഇരട്ടത്താപ്പ് നയമാണ് നടക്കുന്നത്. അണ്ണാമലയ്ക്ക് വേറൊരു നീതി, ഭാരതീയർ സർവകലാശാലയ്ക്ക് വേറൊരു നീതി. UGC തന്നെ പലവട്ടം ഓർഡർ ഇറക്കിയിട്ടുണ്ട്. UGC വെബ്സൈറ്റിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ അപ്രൂവലുള്ളൂ, അല്ലാത്ത സർവകലാശാലകൾക്കൊന്നും അപ്രൂവലില്ലെന്ന്. ഇത് ഇവിടുത്തെ കാലിക്കറ്റ് സർവകലാശാലയ്ക്കും PSCക്കും അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടമാണ്. ഇത് കാലിക്കറ്റും PSC അനുസരിക്കുന്നില്ല എന്നത് വളരെയധികം യാഥാർത്ഥ്യമാണ്. ആർട്ടിക്കിൾ 14 ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അണ്ണാമല സർവകലാശാലയെ എല്ലാവരും അയിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ പഠിച്ച വിദ്യാർത്ഥികളെയും ഒരു അയിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തോ ഭീകര ജീവികളെ കാണും പോലെയാണ് ഇവിടുത്തെ PSCക്കും യൂണിവേഴ്സിറ്റികൾക്കും അണ്ണാമലയിൽ പഠിച്ച വിദ്യാർത്ഥികൾ എന്ന് കേൾക്കുമ്പോൾ അരിശം വരുന്നത്. എന്നാൽ ഞാൻ ഇവരോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഭാരതീയ സർവകലാശാലയെ PSCയും കാലിക്കറ്റും സഹായിക്കുന്നു. എന്നാൽ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, മദ്രാസ് ഹൈക്കോടതിയിൽ 2023 ജനുവരി ജഡ്ജ്മെൻറ്റ് വന്നു. ഡിഗ്രി വാലിഡ് എന്ന് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് വന്നു. ആ ഒരു പോയിൻ്റ് മാത്രം കണ്ട് വിലയിരുത്തി
എല്ലാവരും വാലിഡെന്ന് കരുതണ്ട. അതിനുശേഷം UGC മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ആ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിമെൻറ്റ് വായിച്ച് നോക്കുമ്പോൾ, അതിലെ PDF വായിച്ച് നോക്കുമ്പോൾ 47ാമത്തെ പോയിൻ്റ് നിങ്ങളെല്ലാവരും എടുത്ത് നോക്കേണ്ടതാണ്. ആ 47ാമത്തെ പോയിൻറ്റിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും പെരിയാർ യൂണിവേഴ്സിറ്റിയെയും കുറിച്ച് രൂക്ഷമായി വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. സ്റ്റഡി സെൻറ്റർ ഫ്രാഞ്ചൈസിയും ഒരുപാട് സ്ഥലത്ത് അവർക്കുണ്ട്. ഇതോടെ ഇത് വെച്ച് എട്ടി നിർത്തിക്കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേലാൽ ഈ പരിപാടിയുമായിട്ട് വരരുത് എന്ന് മദ്രാസ് ഹൈക്കോടതി കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ജഡ്ജ്മെൻറ്റ് കേൾക്കാതെ ഫ്രാഞ്ചൈസികൾ നടത്തിക്കൊണ്ടിരുന്നു. അതിന് പ്രകാരം 2023 UGC അപ്രൂവൽ കൊടുത്തിട്ടില്ല. 2023 ഭാരതീയർ സർവകലാശാല കോടതി അലക്ഷ്യമാണ് ചെയ്തത്. വേറൊരു കാര്യം കൂടെ പറയാം. 15 മുതൽ 18 വരെ കാമരാജ് സർവകലാശാലയ്ക്ക് അംഗീകാരമില്ല. മധുരൈ ഡിസ്ട്രിക്റ്റിലുള്ള കേസായിരുന്നു കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ. പക്ഷേ കോടതി ആ കേസ് തള്ളിയിരിക്കുകയാണ്, UGC അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട്. ആ യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് സർവകലാശാല തുല്യത നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വ്യക്തമായിട്ടുള്ള സത്യങ്ങളാണ്. എല്ലാവരും ആ സൈറ്റിൽ, കാലിക്കറ്റിൻ്റെ സൈറ്റിൽ നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഭാരതീയറിൻ്റെ പേരും അതുപോലെ തന്നെ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിയമം അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. സുപ്രീം കോടതി ഓർഡർ തന്നെയുണ്ട്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓർഡർ തന്നെയുണ്ട്. UGC ചട്ട ലംഘനം നടന്നു കഴിഞ്ഞാൽ താൽപ്പര്യാർത്ഥം ആർക്കാണെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ പ്രതികരിക്കാമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ഹർജിക്കാരൻ എന്ന നിലയിൽ ഞാൻ UGC ചട്ടം പാലിക്കാത്ത കാലിക്കറ്റിനെതിരെയും PSCക്കെതിരെയും പറയുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കാലിക്കറ്റിൻ്റെ കാര്യമാണ്. ഇനി PSCയുടെ കാര്യം അറിയേണ്ട എല്ലാവർക്കും. PSCയുടെ സംബന്ധിച്ച് ഞാൻ കാര്യം പറയാം. അതായത് അതാണ് നിങ്ങൾ ആഡിയോയിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇതെല്ലാം അറിയണം. പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയാണ് ഞാൻ ഈ ആഡിയോ ഇടുന്നത്. നടക്കുന്ന കാര്യങ്ങളെല്ലാവരും അറിയണം. കാര്യം എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുണ്ടാണ് ഇവിടുത്തെ PSCയും യൂണിവേഴ്സിറ്റികളും ഇരിക്കുന്നത്. ഒരുപാട് എഫർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ തെളിവുകളെല്ലാം യൂട്യൂബിന് മുമ്പിൽ ഇടുന്നത്. ജനങ്ങളെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ഇതറിഞ്ഞിരിക്കണം. ഇനിയെങ്കിലും ആരും ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കുക. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചതാണോ? കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചാണെങ്കിൽ PSC അക്സെപ്റ്റ് ചെയ്യും. അതാണ് നിലവിലെ മാനദണ്ഡം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, UGC അംഗീകാരം വേണ്ടേ? UGC അംഗീകൃതമാണെങ്കിൽ PSC അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതായത് വേറെ യൂണിവേഴ്സിറ്റികൾ ഏതെങ്കിലും ഈക്വലൻസി കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കും മേഡം സംശയം ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. അതായത് കാലിക്കറ്റ് സർവകലാശാല ഇതുപോലെ തുല്യത കൊടുത്ത് ഭാരതീയർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാവരും കേട്ടല്ലോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പറയുന്ന കാര്യമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ തുല്യത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, UGC അംഗീകാരമില്ലാത്ത തുല്യത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് എന്നാണ് PSC പറയുന്നത്. കാലിക്കറ്റ് സർവകലാശാല ഇതുപോലെ തുല്യത കൊടുത്ത് ഭാരതീയർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കേസിലാണ് സുപ്രീം കോടതിയിൽ. അപ്പോൾ അവര് അംഗീകാരം ഇല്ലാതെ ആൾക്കാരെ പറ്റിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് കേസിന് പോകും കേട്ടോ. അതാണ് അതിലിപ്പോ ഇത് അറിഞ്ഞത് PSC അംഗീകരിക്കുന്നുണ്ടെന്നാണ്. PSC അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതിന്റെ മാനദണ്ഡം ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഏതെങ്കിലും ഇക്വലൻസി കൊടുക്കുന്നുണ്ടോ വെളിയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ PSC അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതാണ് മാനദണ്ഡം. പക്ഷെ അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിലയില്ലേ? കേന്ദ്ര ഗവൺമെന്റല്ലേ ഫസ്റ്റ് ഇരിക്കണം ഈ തുല്യത എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ഇട്ട് ചോദിക്കും കേട്ടോ. ശരി. ഇതിനെയാണ് പറയുന്നത് പച്ച മലയാളത്തിൽ ഉത്തരം മുട്ടുക എന്നത്. ചോദിച്ച ചോദ്യത്തിന് PSCക്ക് ഉത്തരം പറയാനില്ല. ഞാൻ സാങ്കല്പിക ലോകത്താണെങ്കിൽ അപ്പോൾ PSC അന്യഗ്രഹത്തിലാണോ ഇരിക്കുന്നത്? ഇനി നമുക്ക് കുറച്ച് വീഡിയോ കണ്ടാലോ, ഒന്ന് കണ്ടു നോക്കും. ഭാരതീയർ 2015 to 22 വരെ ഇല്ലേ, അതിലൊരിക്കലും പോലും വന്നിട്ടില്ല നോട്ട്. അവര് റൺ ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാം. അത് RTI ചോദിച്ചപ്പോ കുറെ സ്റ്റുഡൻസ് ചോദിച്ചപ്പോ അതില് ഇല്ലെന്ന് UGC തന്നെ രേഖാമൂലം RTI പറഞ്ഞിട്ടുണ്ട്. അംഗീകാരമില്ലാത്ത സമയത്ത് നടത്തുന്ന പ്രോഗ്രാം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കോഴ്സ് നിയമപരമായിട്ട് അതിന് നിയമസാധുതയില്ല, വാലിഡ് അല്ല കോഴ്സ്. നിലവിലിപ്പോ കോടതി എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. ഏത് കോടതിയായാലും അത് നമ്മുടെ എക്സിസ്റ്റിംഗ് നിയമത്തിന്, നമ്മുടെ റിട്ടേൺ നിയമത്തിന് എതിരായിട്ടൊരു ജഡ്ജ്മെന്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും
അതിന് അപ്പീൽ പോവാണ് പ്രൊസീജിയർ. നമ്മുടെ എക്സിസ്റ്റിംഗ് നിയമത്തിന്, നമ്മുടെ റിട്ടേൺ നിയമത്തിന് എതിരായിട്ടൊരു ജഡ്ജ്മെന്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അവർ അംഗീകാരമില്ലാതെ ഒരു കോഴ്സ് നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് നമ്മളോട് അംഗീകാരം തരാൻ പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് അംഗീകാരം കൊടുക്കാനുള്ള ഒരു എക്സിസ്റ്റിംഗ് നിയമം അത് അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെ അനുവദിക്കാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാനും കഴിയും. ഇത് യൂണിവേഴ്സിറ്റി ആയാലും ഈവൻ സുപ്രീം കോടതി ഓർഡറും ഉണ്ട്. A state university can't offer program beyond the state. Okay. If you wish to join in any program in ODL and online mode offered by universities, it is important that you check status of the university and also the program. UGC every year gives approvals to the universities to specific programs to be offered in ODL and online mode. Please visit UGC website and look at the status of the university and also the program. Certain universities have territorial jurisdiction. So therefore, even if you want to join in such programs residing outside the state, you can join. But however, for contact programs, you still have to go to the university and participate there. So therefore, please check the status and the territorial jurisdiction of the universities before you join in the ODL programs. ഈ ആഡിയോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ, അതായത് PSC പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. അതായത് ഈ 2025 പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും കൂടെ വെച്ചിട്ടുണ്ട്. സാങ്കല്പിക ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല 2005 ആക്ട് പ്രകാരം. നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ 2005 ആക്ട് പ്രകാരം ഒരു പബ്ലിക്ക് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അറിയാമെന്ന് പറയണം, അല്ലെങ്കിൽ അറിഞ്ഞുകൂടുന്നു. ഇത് രണ്ടും പറഞ്ഞില്ല. സാങ്കല്പിക ചോദ്യം, ഞാൻ ഈ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. ആ ചോദ്യം എന്താണെന്ന് ഞാൻ ഇതിൽ വയ്ക്കാം, ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കാം, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. എല്ലായിടത്തും നടക്കുന്ന കാര്യം തന്നെയാണ് ചോദിക്കണം. ഒന്നെങ്കിൽ അവർക്ക് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയണം, അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടില്ലെന്ന് പറയും. ഇത് രണ്ടും പറഞ്ഞിട്ടില്ല. ഈ കാലിക്കറ്റിന് തുല്യത കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ എൻ്റെ കൂടെ പറയുന്നുണ്ട്, സുപ്രീം കോടതി കേസെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഞങ്ങൾ അംഗീകരിക്കും തുല്യത എന്ന് പറയുന്ന ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ കേസിന് പോ എന്ന് പറഞ്ഞത് അത് നല്ല രീതിയിലാണ് മാഡം പറഞ്ഞത്. പിന്നെ അടുത്ത് രണ്ടാമത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ PSC എടുത്ത് RTA ചെയ്ത് നോക്ക്. ഈ രണ്ട് കാര്യം പറഞ്ഞു. നമ്മളുടെ അടുത്തൊക്കെ തന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ സാധാരണ ആൾക്കാരും വിദ്യാർത്ഥികളും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ച് വിളിക്കുമ്പോൾ ഇവരുടെ സ്വഭാവം പറയേണ്ടതുണ്ടോ? നമ്മൾ കേസിന് ഒക്കെ പോയിട്ടുണ്ട്. അത് അണ്ണാമല യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്ത ഹർജിക്കാരൻ നിലയിൽ എനിക്ക് പല കാര്യങ്ങളും ചോദിക്കണ്ടേ? അത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, സംശയങ്ങൾ ചോദിക്കാൻ. അതുകൊണ്ടാണ് PSC എടുത്തായാലും എല്ലായിടത്താണെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ രണ്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു PSCയുടെ ഭാഗത്ത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ RTA എന്ന് പറഞ്ഞ ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് സുപ്രീം കോടതിക്ക് തന്നെ വിവരാവകാശം ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല PSC ഭാരതീയർ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് അധികം വൈകാതെ തന്നെ സുപ്രീം കോടതി തന്നെ ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.